മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നുവെന്ന വയലാർ ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. അതെ, ഒരു കാലത്ത് എല്ലാവരുടെയും വീടുകളിൽ മുഴങ്ങാറുള്ള ഗാനം തന്നെയായിരുന്നു ഇത്. എന്നാൽ ഇന്ന് ഈ ഗാനം അല്പം മാറിയെന്ന് മാത്രം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ബ്രഹ്മോസ് ഇരിക്കുന്നു. അതിനാൽ ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്ന് ജാഗ്രത പാലിക്കുക. എന്തെന്നാൽ ഇന്ന് നാവികസേനയിൽ മാത്രമല്ല, കരസേനയിലും വ്യോമസേനയിലും അടക്കം എന്തിനേറെ പറയുന്നു, തൂണിലും തുരുമ്പിലും ബ്രഹ്മോസ് ഉണ്ട്. ആദ്യം കരസേനയ്ക്കാണ് ബ്രഹ്മോസ് ലഭ്യമായതെങ്കിലും 7 വർഷങ്ങൾക്ക് ശേഷം നാവികസേനയുടെ കപ്പലുകളിലും ഈ ബ്രഹ്മോസ് ഘടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കപ്പലുകളിൽ നിന്നും ശത്രു കപ്പലുകളെ തകർക്കുന്ന ക്രൂയിസ് മിസൈലായി ബ്രഹ്മോസിന്റെ രംഗപ്രവേശനം നടന്നു. അതേസമയം ഏകദേശം 1 വർഷം മുൻപ് 2024 ഇന്ത്യയുടെ യുദ്ധജെറ്റുകളിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ചു തുടങ്ങുന്നത്. അങ്ങനെ വയറിനുള്ളിൽ ബ്രഹ്മോസും പേറി പാകിസ്ഥാനിലേക്ക് കുതിച്ച ഇന്ത്യയുടെ സുഖോയ് 30 MK യുദ്ധജെറ്റുകളിൽ നിന്നും തൊടുത്ത ബ്രഹ്മോസ് മിസൈലുകളാണ് ഇന്ന് പാകിസ്ഥാനെ കരഞ്ഞു വിളിക്കുന്ന സ്ഥിതിയിലാക്കിയത്. അതേസമയം 2016 നാവികസേനയുടെ 10 യുദ്ധ കപ്പലുകളിൽ ഈ ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ചത്. 2024 നാവികസേനയ്ക്കായി 220 മിസൈലാണ് വാങ്ങിക്കൂട്ടിയത്. കൂടാതെ ഇപ്പോൾ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അറബിക്കടലിൽ നങ്കൂരമിട്ട ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളിൽ നിന്നും നിരവധി ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിലേക്ക് മൂളിപ്പറഞ്ഞിരുന്നു. എന്നാൽ അവ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് ഇന്ത്യ പുറത്തു പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. അതുപോലെ ഇന്ത്യൻ കരസേനയുടെ 1, 2, 3, 4 റെജിമെന്റുകൾക്ക് കരയിൽ നിന്നും തൊടുക്കാവുന്ന ബ്ലോക്ക് 2 പെട്ട ബ്രഹ്മോസ് മിസൈലുകൾ നൽകിയിട്ടുണ്ട്. ഇവയെ തൊടുക്കാനുള്ള മൊബൈൽ ലോഞ്ചറുകളും ഈ കരസേനാ റെജിമെന്റുകളിൽ സുലഭമായുണ്ട്. 2025 മാർച്ചിൽ തന്നെ കരസേനയുടെ കൂടുതൽ റെജിമെന്റുകൾക്ക് ബ്രഹ്മോസ് നൽകാൻ 20,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ 2024 മാത്രമാണ് സുഖോയ് 30 MKയിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ചു തുടങ്ങുന്നത്. ഇന്ന് ഏകദേശം 40 സുഖോയ് യുദ്ധജെറ്റുകളിൽ ബ്രഹ്മോസുകളുണ്ട്. കൂടാതെ ഈയിടെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ സുഖോയ് വിമാനങ്ങളാണ് പാകിസ്ഥാനിലെ വ്യോമസേന വിമാനത്താവളങ്ങളിൽ ബ്രഹ്മോസ് വിതറിയത്. അതിന്റെ ആഘാതത്തിൽ നിന്നും പാകിസ്ഥാൻ ഇനിയും മോചിതരായിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഇന്ത്യയെ തൊടുന്ന ശത്രുക്കൾ ജാഗ്രത.